നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേശകുമാറുമായി ബന്ധപ്പെട്ട് വീണ്ടും കുടുംബ പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുകയാണ്. നിലവിലെ ഭാര്യ ബിന്ദുമേനോൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വൻ വിവാദത്തിലേക്കാണ് വഴിതുറന്നത്. 2013 ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗാർഹിക പീഡന ആരോപണങ്ങളെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ചരിത്രമുള്ള ഗണേശകുമാർ 13 വർഷങ്ങൾക്ക് ശേഷം ബിന്ദുമേനോനിലൂടെ ആരോപണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 1994 മെയ് 20-നായിരുന്നു ഗണേശകുമാറും ഡോക്ടർ യാമിനി തങ്കച്ചിയും തമ്മിലുള്ള വിവാഹം. 19 വർഷം നീണ്ടുനിന്ന ആ ബന്ധം തകർന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഗണേഷിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഒരു യുവതിയുടെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലെത്തി അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്ന വാർത്തയിൽ നിന്നായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. തുടർന്ന് യാമിനി നടത്തിയ വാർത്താസമ്മേളനം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു. കഴിഞ്ഞ 16 വർഷമായി താൻ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയാണെന്നും ഗണേഷിന്റെ അവിഹിത ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനമെന്നും അവർ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകിയിട്ടും തന്നെ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്നും അവർ കണ്ണീരോടെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേ തുടർന്ന് 2013 ഏപ്രിൽ 2-ന് ഗണേശകുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഒടുവിൽ തിരുവനന്തപുരം വഴുതക്കാട്ടെ വീടും 2.25 കോടി രൂപയും മക്കൾക്കായി 75 ലക്ഷം രൂപയും നൽകിക്കൊണ്ടാണ് ഗണേഷ് യാമിനിയിൽ നിന്നും വിവാഹമോചനം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. യാമിനിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം 2014 ജനുവരി 24-നാണ് ഗണേശകുമാർ ബിന്ദുമേനോനെ വിവാഹം കഴിക്കുന്നത്. ഏഷ്യാനെറ്റിലെ മാർക്കറ്റിംഗ് വിഭാഗം ഉദ്യോഗസ്ഥയായിരുന്നു ബിന്ദു. കൊട്ടാരക്കരയിലെ തറവാട്ട് വീട്ടിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം. ഗണേഷിന് അന്ന് 47 വയസ്സാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഗണേഷിനെ സംബന്ധിച്ച് ബിന്ദുവുമായുള്ള വിവാഹം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ വലിയൊരു ആശ്വാസമായി അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ബിന്ദുമേനോന്റെ വെളിപ്പെടുത്തലുകളിലൂടെ ഗണേശകുമാർ വീണ്ടും വിവാദത്തിലായി. വാളകത്തെ കുടുംബവീട്ടിൽ അറിയിപ്പില്ലാതെ എത്തിയ താൻ കണ്ട കാഴ്ചകൾ പറയാൻ പോലും വയ്യാത്തതാണെന്ന് ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു. ബിന്ദുമേനോൻ ഇക്കാര്യം ആദ്യം അറിയിച്ചത് തന്റെ സഹോദര ഭാര്യയും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖയായിരുന്നു. ബിന്ദു തന്നെ വിളിച്ച കാര്യം ശ്രീലേഖ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൗൺസിലർ എന്ന നിലക്കല്ല, മറിച്ച് തന്റെ ഭർത്താവിന്റെ സഹോദരി എന്ന നിലയിലാണ് ബിന്ദുവിനോട് സംസാരിച്ചതെന്നും പോലീസിന്റെ സഹായം തേടാൻ നിർദ്ദേശിച്ചത് താനാണെന്നും ശ്രീലേഖ വ്യക്തമാക്കി. മന്ത്രിയെ മറ്റൊരാളോടൊപ്പം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിന്റെ ചിത്രങ്ങൾ തന്റെ പക്കലുണ്ടെന്നുമാണ് ബിന്ദു അവകാശപ്പെടുന്നത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ തടഞ്ഞുവെച്ചുവെന്നും മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചുവെന്നും ബിന്ദു ആരോപിക്കുന്നു.